നമസ്കാരം. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. കഴിഞ്ഞ വർഷത്തെ നിന്നും ഈ വർഷത്തെ ചലച്ചിത്രമേളയ്ക്ക് എന്തുമാത്രം പ്രത്യേകതകളുണ്ട് എന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നതും ഈ ചലച്ചിത്രമേളയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് മായ വിശ്വനാഥാണ്. അറിയാം, നമുക്കെല്ലാവർക്കും മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സിനിമ സീരിയൽ രംഗത്ത് വർഷങ്ങളായി തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് മായ മേഡത്തോട് നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. താരമെന്നൊന്നും പറയണ്ട, അഭിനേത്രി, അതാണ് ഏറ്റവും നല്ലത്. താരമല്ല, അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും. താരം ആവാനും ആഗ്രഹിക്കുന്നവർ നല്ലൊരു അഭിനേത്രി എന്നൊരു പേര് കേട്ടാൽ മതി. എന്താണ് ചോദിക്കേണ്ടത്, പറഞ്ഞോളൂ. സാധാരണ നമ്മളിപ്പോൾ ചലച്ചിത്ര അക്കാദമിയിലുള്ള ആളാണല്ലോ നമ്മൾ. കഴിഞ്ഞ വർഷത്തെ മേളയും ഈ മേളയും തമ്മിലുള്ള വ്യത്യാസം? കഴിഞ്ഞ വർഷത്തെ അല്ല, വർഷങ്ങളായിട്ടുള്ള മേളകൾ വരുന്ന ആളാണ്. ഇപ്പം മേള എന്ന് ഇപ്പോൾ IFFK ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റില്ല, ഫിലിം കാർണിവൽ എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം ആളുകൾ കുറഞ്ഞു തുടങ്ങി, ആളുകളുടെ അഭിരുചി കുറഞ്ഞു തുടങ്ങി, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നു തുടങ്ങി. അതിൻ്റെ മാറ്റങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2015 ശേഷം പിന്നെ ഞാൻ വരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 20-21 ലാസ്റ്റാണ് വരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല. 2022-ഉം 23-ഉം ഫുൾ ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ട് ആ സമയത്തൊക്കെ ഷൂട്ടിംഗ് ഡേറ്റ് ആയതുകൊണ്ട് അവർ വിടില്ല. അപ്പോൾ ഈ ലാസ്റ്റ് വർഷം 2 ദിവസം എന്തോ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത്, ആ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വന്നു. അന്ന് ഞാൻ കണ്ട കാഴ്ച 2015 ഞാൻ കണ്ട ഒരു ഫിലിം ഫെസ്റ്റിവൽ IFFK ഫെസ്റ്റിവൽ അല്ല, മാറി ഒരുപാട്. 2014 വരെ ഞാനിത് ഇപ്പം ബൈറ്റിലും കൂടി പറഞ്ഞു കഴിഞ്ഞു. ഈ IFFK ഓഫീസ് എന്ന് പറഞ്ഞാൽ കൈരളി തിയേറ്ററിലായിരുന്നു. അന്ന് ഇതിനേയും കാട്ടി ആളും ബഹളവും ഫോറിനേഴ്സും, എനിക്ക് തോന്നുന്നു ബംഗാളി നടന്മാരും നടികളും ഒരുപാട് അന്യഭാഷ തമിഴിലെയും തെലുങ്കിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും കാണാനില്ല. വിദേശികൾ കുറവാണ്, വിദേശികളെയും കാണാനില്ല. പണ്ട് ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ വരുന്നത് നമ്മളെ അടുത്ത വർഷം കാണാം, വിദേശി സെലിബ്രിറ്റികളോടും ഡെഡിക്കേറ്റ്സിനോടും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് അടുത്ത വർഷം കാണാമെന്ന് പറയും. പക്ഷെ സമാപനത്തിന് പോലും ഭയങ്കര ആവേശമാണ്. ഒരു തിയേറ്ററിൽ നിന്നും തിയേറ്ററിലേക്ക് ഓട്ടമാണ്. ഇന്ന് എല്ലാവരും 2 ഏരിയയിൽ, ഒന്നെങ്കിൽ നിശാഗന്ധി, കൂടുതലും ടാഗോ തിയേറ്ററിലാണ് ഒതുങ്ങിക്കൂടുന്നതാണ് കാണുന്നത്. ഇതിൽ എത്ര പേര് സിനിമ കാണാൻ വരുന്നുണ്ട്? ഇതേ സിനിമയൊക്കെ തിയേറ്ററിലും ഓടുന്നുണ്ട് അല്ലേ? അപ്പം 2025 ചിലപ്പോൾ ഇതിനേയും കാട്ടി ഇനി കുറവാകും. കാരണം ആൾക്കാരുടെ കാഴ്ചപ്പാടുകളും അഭിരുചികളെല്ലാം അവർക്ക് ഇനി ഇതിക്കും മേലെ വന്നാൽ മാത്രമേ ഇത് വരുവുള്ളൂ. കലാമൂല്യമുള്ള സിനിമകൾ ഇല്ലാത്തതാണോ അതോ ഈ അഭിരുചിയുടെ കുറവിന് കാരണമായിട്ടും കാണുന്നത്? അല്ല, എല്ലാവരും എടുക്കുമ്പോൾ ഒരു കലാമൂല്യം ഉള്ളൊരു ഫിലിമായിട്ടുള്ള ഏതൊരു ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ഒരു റൈറ്ററായാലും അവരുടെ സിനിമയെ കാണുന്ന ഏറ്റവും കലാമൂല്യമുള്ള സിനിമയായിട്ട് അവർ കാണുള്ളൂ. ഇതിനെ വേർതിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാർ തന്നെയാണ്. ചിലർ നമ്മൾ സിനിമയിൽ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് കൊള്ളാം, സെക്കൻഡ് പാർട്ട് കൊള്ളൂല, ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് കൊള്ളാം. ഒരു ഡയറക്ടറോ ആരും ഇത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടല്ല സിനിമ ഷൂട്ട് ചെയ്യുന്നത്. എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോഴാണ് അതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ഒരു വ്യക്തികളും അത് മോശ സിനിമയാക്കാൻ ഇറങ്ങോ? ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കാൻ നേരത്ത് മോശക്കുഞ്ഞ് നല്ല കുഞ്ഞെന്നിട്ടാണോ അത് പ്രസവിക്കുന്നത്? അതേപോലെ തന്നെ ഓരോ സിനിമയും ഒരു പ്രൊഡ്യൂസറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ ഒരു റൈറ്ററിൻ്റെ കുഞ്ഞാണ് അല്ലേ? അപ്പം അവരൊരിക്കലും അതൊരു മോശമാക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിലെ പല ആൾക്കാരാണ് അത് കലാമൂല്യം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ സിനിമകളും കലാമൂല്യമുള്ളതാണ്, പക്ഷെ നമ്മളത് എടുക്കുന്നതിൻ്റെ വേർതിരിവുകളാണ് ഇതൊക്കെ. അറിയില്ല ആൾക്കാർ ഇപ്പം തന്നെ. പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ടൊക്കെ തട്ടുകടയിലെ തട്ടുദോശയും ബുൾസയും ഒരു എന്താ പറയുക രസവടയൊക്കെ നമുക്ക് ഭയങ്കര രസമാണ്. ഇപ്പം അതൊക്കെ ഷവർമയിലേക്കും മറ്റേയിലേക്ക് പോയി കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോയതുപോലെയാണ് ഇപ്പം IFFK ഫിലിം ഫെസ്റ്റിവല് അതിൻ്റെ ഒരു ടേസ്റ്റ് പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു കാർണിവലാണ്, ഉത്സവം പോലെയാണ് ഇത് കാണുന്നത്. രാത്രി ഞാൻ 2 ദിവസമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴും കുറേ പേര് ഞാൻ ചോദിച്ച സിനിമ അല്ല ഇതിൻ്റെ അകത്ത് എന്താ കാണുക, ഞങ്ങൾ എല്ലാ വർഷവും വരണം. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയെടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡെഡിക്കേറ്റ് പാസ് എടുക്കുന്നില്ല, എന്തിന്? നമ്മൾ സിനിമ കാണാനല്ലല്ലോ വരുന്നത്, ഇതിൻ്റെ അകത്ത് ചുറ്റിക്കറങ്ങാനും എൻജോയ് ചെയ്യാനാണ്. ഞാൻ എത്രയും പേര് ആൾക്കാരെടുത്ത് ചോദിച്ചു, നിങ്ങൾ
നമ്മുടെ അവിടെ ഭക്ഷണം വാങ്ങാൻ സ്റ്റോള ഈ ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷൻ വർഷങ്ങൾ 12 വർഷമായിട്ട് സ്റ്റുഡൻസിന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു നേരം. അപ്പോൾ അവിടെ ഫുഡ് വാങ്ങാൻ വന്ന പിള്ളേർക്ക് സിനിമ ഉണ്ട് ഇല്ല, സത്യസന്ധമായി വരുന്നുണ്ട്. സിനിമ കാണാനല്ല വന്നത്, ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കാനാണ് വരുന്നത്. അതാണ് ശരി. ഏതെങ്കിലും നല്ല സിനിമ ഇപ്പോൾ ഏതെങ്കിലും കണ്ടതിൽ ഇഷ്ടപ്പെട്ടത്? ഒരു 4 സിനിമ കാണാൻ കയറി. പക്ഷേ 4ാമത്തെ സിനിമ എനിക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി. അത് കാണാൻ എനിക്ക് തോന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് മായയ്ക്ക് ബുദ്ധിയില്ല എന്നാ അല്ലെങ്കിൽ മായയ്ക്ക് ബോധമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് താല്പര്യമില്ലാത്തതിനെ ഞാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയും. അതിനാണ് എനിക്ക് ഈശ്വരൻ സംസാരശേഷിയും നാവും തന്നിരിക്കുന്നത്. പറയേണ്ട രീതിയിൽ പറയാം. എല്ലാ സിനിമകളും എല്ലാ ആൾക്കാരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയുണ്ട്, ഫെമിനിച്ചി ഫാത്തിമ. അത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, ഒരു മെസ്സേജും കൂടിയാണ്. ഒരു ചെറിയ, എനിക്ക് തോന്നുന്നു അത് വളരെ ബഡ്ജറ്റ് ചുരുക്കി ഒരു കാസർഗോഡ് അല്ലെങ്കിൽ ഒരു മലബാർ ഏരിയയിൽ എടുത്തൊരു ഫിലിം. പക്ഷെ അതിലൊരു മെസ്സേജ് എന്ന് പറയണം, ഇന്നത്തെ പല മലയാളികളുടെ അല്ലെങ്കിൽ പല ഇന്ത്യക്കാരുടെയും മനസ്സിലുള്ള ചില ഇതാണ്, പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് അവരുടെ വീട്ടിലൊരു എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എടുത്തു പറയുന്നില്ല, ഏറെക്കുറെ പലവരുടെ ചിന്ത അവർ അടിമയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്തു തരണം, ആ ഒരു കാഴ്ചപ്പാടുള്ളൊരു സിനിമ. പക്ഷേ ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ വലുതായിട്ടില്ലെങ്കിലും സ്വയം അധ്വാനിച്ച് കാശുമുണ്ടാക്കാം, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാമെന്ന് ഉള്ളൊരു മെസ്സേജും കൂടിയാണ്. കാരണം അത് ഓരോ വ്യക്തി ആലോചിക്കണം, ഓരോ സ്ത്രീയും. എനിക്കിപ്പോൾ ഇവിടെ സ്ത്രീ പുരുഷൻ എന്ന് ഇതില്ല, വ്യക്തികളായിട്ട് ഞാൻ കാണുന്നത്. കഴിവുള്ളവരെ അംഗീകരിക്കുക, അത് സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ മൂവി ആയിരുന്നു. ഞാൻ അതിൻ്റെ അകത്തുള്ള ടീമിനെ കണ്ടിട്ടും പറഞ്ഞു, അല്ല ആ പട്ടി വരെ നന്നായി അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു മൂല്യം, അതെങ്ങനെയാലും നിങ്ങൾ കാണണം. എനിക്കൊന്ന് മൂവി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പിൽ കിട്ടും ആ സിനിമ. അത് കാണേണ്ട സിനിമയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും സിനിമകൾ കണ്ടോ? ഏതാ? ഫെമിനിച്ചി ഫാത്തിമ കണ്ടില്ല. അതാണ് നമ്മളെല്ലാം നമ്മുടെ സിനിമ ഉഗ്രം മൂവി എന്ന് ഉഗ്രം മൂവി. ഞാനിവിടെ വേറൊരു സിനിമ കണ്ടു. ആ സിനിമ ഇവിടുത്തെ ഒരു പ്രശസ്തനായ സദാചാര ബോധങ്ങൾ വരും. കാരണം അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മൂവിയും കൂടിയാണ്. പക്ഷെ അതിവിടെ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇതേ സദാചാരം കൊണ്ട് നടക്കുന്നവർ ഈ സിനിമയെ കൈയടിച്ചു. പക്ഷെ ഒരു മലയാളത്തിലാണ് ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ വരും. ഞാൻ മുമ്പ് ആൾരൂപങ്ങളൊരു സിനിമയുടെ കണ്ടൻറ് അറിയാതെ എന്തൊക്കെ ബോറ് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? അതാണ് നമ്മളിലുള്ള നമ്മുടെ സൊസൈറ്റി തന്നെയാണ് ഇതിനെ എങ്ങനെ വേണം എങ്ങനെ വേണ്ട 2 രീതിയിൽ. ഒരു ഡൈനിങ് ടേബിളിൽ 2 ഭക്ഷണം വിളമ്പണ മാതിരിയാണ്. നമ്മളൊരു കാൻ ഫെസ്റ്റിവൽ അവാർഡ് കിട്ടി അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന് വരുമ്പം ഇങ്ങനത്തെ മൂവികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഇതേ സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ പോവാനും അതിനെക്കുറിച്ച് മോശം റിവ്യൂ ഇടാനാണ് ആൾക്കാരുള്ളത്. അത് സ്വന്തം ഐഡൻറ്റിറ്റിയിലല്ല കേട്ടോ, അതിനുള്ള നട്ടൽ പലർക്കും ഇല്ല. നിലപാടുകൾ ഉറച്ചതാണ്, തീരുമാനങ്ങളും ഉറച്ചതാണ്. ശക്തമായൊരു കാഴ്ചപ്പാടുണ്ട്, സിനിമയെക്കുറിച്ചുണ്ട്, കലകളെക്കുറിച്ചുണ്ട്, മനുഷ്യനെക്കുറിച്ചുണ്ട്. അത്തരമൊരു ഉറച്ച നിലപാടുമായി നിൽക്കുന്ന മായ വിശ്വനാഥ് വളരെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അടുത്ത വർഷം കുറച്ചുകൂടെ ബെറ്ററായി ഈ മേള ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം. 2024 അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. 2025 നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആർക്കും ഈഗയും കോംപ്ലക്സും എന്തിനാണ്, എൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ. ഓരോ വ്യക്തികളും ഓരോ വ്യക്തിത്വമുള്ള ഓരോ മനുഷ്യരാണ്, അവർക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട് ഈ ഭൂമിയിൽ. എല്ലാ മനുഷ്യർക്ക് പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. 2025 IFFK ഫിലിം ഫെസ്റ്റിവൽ ഇതിനെയും കാട്ടിയും എന്താ മുമ്പത്തെ പോലത്തെ ഒരു ഫിലിം ഫെസ്റ്റിവൽ വരുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ. അപ്പോൾ 2025 പൊളിയാവട്ടെ. നിങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക് യു സോ മച്ച്.